ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിടത്ത് അദ്വൈത ദർശനങ്ങളിൽ അതീവ തൽപരനായ ഒരു രാജാവുണ്ടായിരുന്നു. എല്ലാം ഒന്നാണ്, സർവവും ഈശ്വര ചൈതന്യമാണ് എന്ന മഹാതത്വം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ഈ പുതിയ അറിവിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു ദിവസം തൻ്റെ രാജ്ഞിയോട് പറഞ്ഞു, പ്രിയേ, ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ലോകത്ത് രാജ്ഞിയെന്നോ ദാസിയെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ഒരേ ദൈവ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ നമ്മുടെ ദാസിയെ രാജ്ഞിയായി വാഴിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇത് കേട്ട രാജ്ഞിക്ക് വലിയ ദുഃഖമായി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ രാജഗുരുവിനെ സമീപിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. എല്ലാം കേട്ട ഗുരു ശാന്തമായി പറഞ്ഞു, മഹതി വിഷമിക്കേണ്ട. ഇന്നുച്ചയ്ക്ക് രാജാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനൊപ്പം അല്പം ചാണകം കൂടി വിളമ്പുക. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അന്നുച്ചയ്ക്ക് രാജാവിനായി സ്വർണ്ണത്തളിയിൽ സ്വാദിഷ്ടമായ വിഭവങ്ങളോടൊപ്പം ചാണകവും വിളമ്പി. ഇത് കണ്ട് രാജാവ് കോപം കൊണ്ട് വിറച്ചു. ഇതെന്താണ്? എന്നെ അപമാനിക്കാനാണോ നിന്റെ ശ്രമം? അപ്പോൾ ശാന്തനായ ഗുരു മുന്നോട്ട് വന്ന് ചോദിച്ചു, മഹാരാജാവേ, അങ്ങയുടെ അദ്വൈത ദർശനമനുസരിച്ച് സ്വാദിഷ്ടമായ കറിയും ഈ ചാണകവും ഒന്നു തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഈ കോപം? ആ ചോദ്യം രാജാവിൻ്റെ കണ്ണു തുറപ്പിച്ചു. തനിക്ക് ലഭിച്ച അറിവ് പ്രയോഗിക്കുന്നതിൽ പിഴവ് പറ്റിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കഥ നൽകുന്ന പാഠം വളരെ വലുതാണ്. അറിവ് പഠിച്ചാൽ മാത്രം പോരാ, അത് വിവേകത്തോടെ ജീവിതത്തിൽ പ്രയോഗിക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ അവകാശമുണ്ടായിരിക്കാം. എന്നാൽ ചെയ്യുന്നതെല്ലാം പ്രയോജനകരമോ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതോ ആകണമെന്നില്ല. 1 കൊരിന്ത്യർ 10:23 പറയുന്നത് പോലെ, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. ലഭിച്ച അറിവുകൾ വിവേകമില്ലാതെ പ്രയോഗിക്കുമ്പോൾ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം വരുത്തി വയ്ക്കും. ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട്. കൊത്താൻ ഒരുങ്ങി നിൽക്കുന്ന പാമ്പിൻ്റെ മുന്നിൽ ചെന്ന് എല്ലാം ഒരേ ചൈതന്യമാണെന്ന് പറഞ്ഞ് അതിനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നത് പമ്പര വിഡ്ഢിത്തമല്ലാതെ മറ്റെന്താണ്? അതുപോലെ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും സാഹചര്യത്തിന് നൽകേണ്ട പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. മാനിക്കേണ്ടവരെ മാനിക്കുന്നതിനോടൊപ്പം അകറ്റി നിർത്തേണ്ടവരുമായി ഒരു സുരക്ഷിതമായ അകലം പാലിക്കുകയും വേണം. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നതുകൊണ്ട് മാത്രം അവർ നമുക്ക് ചേർന്നവരോ ഉത്തമ സുഹൃത്തുക്കളോ ആകണമെന്നില്ല. ഈ വിവേകം ഏറ്റവും കൂടുതൽ പ്രയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ ബന്ധങ്ങൾ. ജീവിതത്തിൽ നിരന്തരം ഉപദ്രവങ്ങളും വേദനകളും മാത്രം സമ്മാനിക്കുന്ന ചില കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും നമുക്ക് ആവശ്യമുണ്ടോ എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്തരം ബന്ധങ്ങളെ അകറ്റി നിർത്തുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് ആത്മബഹുമാനവും സമാധാനപരമായ ജീവിതത്തിനുള്ള ആഗ്രഹവുമാണ്. അതിനു പകരമായി നമ്മളെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവരുടെ മനസ്സ് കണ്ടെത്തുകയും അവർക്ക് ജീവിതത്തിൽ അർഹമായ പ്രാധാന്യം നൽകുകയും ചെയ്യുക. അത്തരം ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും നൽകുന്നത്. അറിവുകൾ കേവലം വാക്കുകളായി ഒതുങ്ങാതെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന വെളിച്ചമായി മാറുന്നത് വിവേകത്തിലൂടെയാണ്. അങ്ങനെ തിരിച്ചറിവോടെ മുന്നോട്ട് പോകുമ്പോൾ സമാധാനപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.